ഹലോ, ഇന്ന് നമ്മളൊരു സ്മൂത്തനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യണത്. ഇത് നമ്മുടെ ക്ലയൻറ്റ് ഷിതയാണ്. ഷിതയുടെ ഹെയർ നല്ലോണം കേളി ഹെയറാണ്. അപ്പം നമ്മൾ ഹെയറെല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്ന് അറിയുമ്പോഴാണ് ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. ഓയിലൊന്നും ഹെയറിലുണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യാണ്. പിന്നെ നല്ലോണം കേളി ഹെയർ ആയതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഒന്ന് അയൺ ചെയ്യണം. പിന്നെ ഹെയർ നമ്മൾ സെക്ഷൻ തിരിച്ചിട്ടാണ് കേട്ടോ അയണിങ് ചെയ്യണത്. പിന്നെ ഓവറായിട്ടുള്ളൊരു ഹീറ്റൊന്നും ഈ ഒരു സമയത്ത് നമുക്ക് ഹെയറിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് ഇനി ശരിക്ക് അയണിങ് നന്നായിട്ട് കൊടുക്കാനുണ്ട് ഹെയറിൽ. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് ആ ബെൻഡുകൾ മാത്രം ഒന്ന് തീർത്താൽ മതിയാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയൺ ചെയ്തിട്ട് ഹെയറിൽ ഒരു ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂടെല്ലാം മാറിയതിന് ശേഷം വേണം നമ്മൾ സ്മൂത്തനിങ്ങിൻ്റെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഹെയർ ചെറിയ ചെറിയ സെക്ഷനുകൾ എടുത്തിട്ടാണ് കേട്ടോ ക്രീം അപ്ലൈ ചെയ്യണത്. നമ്മളെ ഹെൽപ്പ് ചെയ്യണത് ഇവിടെ പഠിക്കാൻ വരുന്ന ചേച്ചിയാണ് കേട്ടോ. ക്രീമെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു 30 മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു. ക്രീം എങ്ങനെയാണ് ഹെയറിൽ ഇടുന്നതെന്നുള്ളത് വീഡിയോ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഹെയറിൽ ഫുള്ളായിട്ട് ക്രീം ഇട്ടതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പെട്ടെന്ന് വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കുറവ് ഇതിലുണ്ട്. പിന്നെ ക്രീം ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ക്രീം ആവണം ഹെയറിൽ. അല്ലെങ്കിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ റിസൾട്ട് നമ്മൾ വിചാരിച്ചത്ര കിട്ടില്ല. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ സ്മൂത്തനിങ്ങും അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ. പിന്നെ ഇപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ പോണത് 40 മിനിറ്റിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീം എല്ലാം ഹെയർ നന്നായിട്ട് പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡ്രയർ ഇടാൻ പാടുള്ളൂ. പിന്നെ ഹെയർ സെക്ഷൻ തിരിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അയണിങ് കൊടുക്കുന്നത്. അയണിങ് നന്നായിട്ട് കൊടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ ഹെയർ ആയിട്ട് എടുക്കണം. തിന്നായിട്ട് എടുത്തിട്ട് വേണം നമ്മൾ അയണിങ് കൊടുക്കാനായിട്ട്. അങ്ങനെ ഹെയർ ഡ്രൈ ആയതിനു ശേഷം സെക്ഷൻ തിരിച്ചിട്ടാണ് നമ്മൾ അയണിങ് കൊടുക്കുന്നത്. ചെറിയ ചെറിയ ഹെയറുകളായിട്ട് എടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ അയണിങ് കൊടുക്കാൻ. തിന്നായിട്ട് സെക്ഷൻ എടുക്കണം. എന്നിട്ട് വേണം അയണിങ് ചെയ്യാനായിട്ട്. അയണിങ് നന്നായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതും നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അയണിങ് ചെയ്യുന്നതിന് മുമ്പ് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഉപയോഗിച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ അയണിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അയണിങ് എല്ലാം ചെയ്തതിന് ശേഷം ഹെയർ നന്നായിട്ട് തണുക്കാനായിട്ട് സമയം കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ അടുത്ത ഒരു ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ചൂടുള്ള ഒരു ഹെയറിൽ ഒരിക്കലും നമ്മൾ ന്യൂട്രലൈസർ ക്രീം യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ മുടി നന്നായിട്ട് തണുക്കണം. ഫസ്റ്റ് ക്രീം എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ രണ്ടാമത്തെ ക്രീമും അപ്ലൈ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് 30 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്തത്. വാഷിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മുടി ബ്ലോ ഡ്രൈ ചെയ്യാണ്. ഇതോടുകൂടിയാണ് സ്മൂത്തനിങ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തനൂസ് 2040 എന്നാണ് നമ്മുടെ ബ്ലോഗിൻ്റെ പേര്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു. അടിപൊളിയായിട്ട് ചേച്ചി ചെയ്തു തന്നിട്ടുണ്ട്. വളരെയധികം ഇഷ്ടമായി. എനിക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എത്ര നന്നായി കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചത് നന്നായിട്ട് കിട്ടി. ഒരുപാട് സന്തോഷം. സിമി ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ്.